നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇതെന്താണെന്ന്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹോൾ ഗ്രെയിൻ ഓട്സ് പ്രഥമൻ. ഈ പ്രഥമൻ രോഗികൾക്കും കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ശർക്കരയുടെ അളവിത്തിരി കുറച്ചാൽ മതി. ഈ പ്രഥമൻ ഉണ്ടാക്കാൻ ഹോൾ ഗ്രെയിൻ ഓട്സ് തന്നെ വേണം. റോൾഡ് ഓട്സ് പറ്റില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. ഹായ് ഫ്രണ്ട്സ്, എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. നല്ല വെറൈറ്റി പ്രഥമൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ഇവിടെ എത്തുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. ഇതാണ് ഹോൾ ഗ്രെയിൻ ഓട്സ്. ഞാൻ സ്റ്റാൻഡേർഡ് കപ്പിന് 3 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം. ഞങ്ങൾക്ക് ഈ പ്രഥമൻ ഒരു ദിവസമല്ല 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് വാഷ് ചെയ്ത ശേഷം 6 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂർ വെച്ചാൽ മതിയാവും. ഓട്സ് പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ശർക്കര, തേങ്ങാപ്പാൽ എല്ലാം വേണം. ഞാൻ ശർക്കര പൗഡറാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയാണെങ്കിൽ ഒരു 1/2 കിലോ എന്തായാലും വേണ്ടി വരും. ഈ പ്രധാനമായിക്കൊണ്ട് 3 കപ്പ് ശർക്കര പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോക്കനട്ട് മിൽക്കിന് ഞാൻ 1/2 ലിറ്ററിൻ്റെ 400ൻ്റെ ഒരു ടിന്നാണ് എടുത്തത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ പിഴിഞ്ഞെടുക്കാം. ഒരു തേങ്ങയുടെ പിഴിഞ്ഞ് പാൽ 1-ാം പാലും 2-ാം പാലും എടുത്താൽ മതി. ഒരു 4-5 കപ്പ് 2-ാം പാൽ ആവശ്യമുണ്ട് ഇതിന്. ഓട്സ് വേവിച്ചെടുക്കാനായിക്കൊണ്ട് 2-ാം പാലിന് പകരം ഞാൻ കുറച്ച് നല്ല തിക്ക് മിൽക്ക് തന്നെ എടുത്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുക ചെയ്തത്. ഒരു 4-5 ഗ്ലാസ്, നമുക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്തെടുക്കുക. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രഥമൻ ഏതാണ്ട് 10-20 പേർക്ക് കഴിക്കാനുണ്ടാവും. നിങ്ങൾ 1 കപ്പ് ഓട്സ് കൊണ്ടേ ചെയ്യുന്നുള്ളൂവെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കുറക്കുക. പിന്നെ പ്രഥമന് ഡെക്കറേറ്റ് ചെയ്യാനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സ് വേണം, കിസ്മിസ് വേണം, പിന്നെ കോക്കനട്ട് പീസസും വേണം. ഇതൊക്കെയും ആദ്യം തന്നെ നെയ്യിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ബാക്കി വരുന്ന നെയ്യിൽ ഓട്സ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പ്രഥമൻ റെഡിയാക്കാം. 3 വലിയ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു പകുതി മൂപ്പാകുമ്പോൾ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. അതും രണ്ടും കൂടി ഏതാണ്ട് ചുവന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ കിസ്മിസും ഇട്ട് കൊടുത്ത് കിസ്മിസ് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ കോരിയെടുക്കാം. കാഷ്യും തേങ്ങാക്കൊത്തും കിസ്മിസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതുപോലെ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ എളുപ്പമാണ്. പാനിലുള്ള ബാക്ക് വന്ന നെയ്യിലോട്ട് ഓട്സ് ചേർത്ത് കൊടുത്തു. 4-5 മിനിറ്റ് ഇളക്കി വേവിച്ച ശേഷം നമുക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ശർക്കര ഉരുക്കിയെടുക്കുന്നതാണെങ്കിൽ ശർക്കര തന്നെ ഉരുക്കി ഇതിലേക്ക് ആ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. മധുരമൊക്കെ പിടിക്കുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത്തവണ കിട്ടിയ ഹോൾ ഗ്രെയിൻ ഓട്സ് പെട്ടെന്ന് തന്നെ വല്ലാതെ കുതിർന്ന് വരുന്നുണ്ട്. എനിക്ക് വേണ്ടി സാധാരണ വാങ്ങിക്കുന്ന ബ്രാൻഡിനാണ് വാങ്ങിയിട്ടുള്ളത്. അത് തലേ ദിവസം രാത്രി കുതിർച്ചിട്ട് രാവിലെ ഞാൻ ചായയോ കാപ്പി കുടിക്കാറില്ല. രാവിലെ ഒരു ഗ്ലാസ് ചെറിയ ഉപ്പ് ചേർത്തിട്ട് പിന്നെ അതിലൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. ഒരു കഞ്ഞി പോലെയാണ് ഞാൻ കുടിക്കാറ്. പക്ഷേ അതിൽ ചവച്ച് കഴിക്കാനുണ്ടാവാറുണ്ട്. അതേ ഓട്സ് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതെന്തോന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഓട്സ് കുതിർത്ത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, അധികം കുതിർന്നു പോകണ്ട. ആവശ്യത്തിന് 3 കപ്പ് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരത്തിൽ വേണോ അതിനനുസരിച്ച് ചേർക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം 2-ാം പാൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. നമുക്ക് വേണ്ടുന്ന ലൂസ് കിട്ടണമല്ലോ. 1-ാം പാൽ ലാസ്റ്റിലേ ചേർക്കേണ്ടുള്ളൂ. ടിൻഡ് മിൽക്കാണെങ്കിൽ നിങ്ങൾ പകുതി മാറ്റി വെച്ചിട്ട് ബാക്കി പകുതിയിൽ ആവശ്യമുള്ളത്ര വെള്ളം മിക്സ് ചെയ്ത് വെക്കുക. കുറുകി വരുമ്പോഴേ ഇടയ്ക്കിടെ ചേർക്കേണ്ടി വരും. ഹോൾ ഗ്രെയിൻ ഓട്സ് കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കിയ ഏതാണ്ട് അരമണിക്കൂറേ നമുക്ക് ആവശ്യമുള്ളൂ. അധികം സമയമൊന്നും വേണ്ടതില്ല. ഫ്ലെയിം അധികം കൂട്ടി വെക്കാതെ സാവകാശം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. ഇടയ്ക്കിടെ മിൽക്ക്, നമ്മൾ സെക്കൻഡ് മിൽക്കില്ലേ, തേങ്ങയുടെ 2-ാം പാൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ല തിക്ക് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യം വരുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാമെന്ന്.
ഇപ്പോഴാവശ്യത്തിന് പാൽ ചേർത്ത് ലൂസാക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിള വരുമ്പോൾ നല്ല 1-ാം പാലും ചേർത്ത് ഏലക്കാപ്പൊടിയും ഡെക്കറേഷന് വേണ്ടി വറുത്ത് വെച്ച സാധനങ്ങളും എല്ലാം ചേർത്തിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് ഇറക്കി വെക്കുക. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ശേഷം അധിക നേരം വെക്കരുത്, ഒന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഏലക്കാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓട്സ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്ത ഐറ്റംസും കൂടി ഞാൻ വിതറി കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹോൾ ഗ്രെയിൻ ഓട്സ് പ്രഥമൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം അതൊന്ന് ചെയ്യുക. ചെയ്തവർ വീണ്ടും ചെയ്താൽ അടുത്ത സബ്സ്ക്രിപ്ഷൻ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.